അയ്യോ, അവളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു തോന്നുന്നു. ആരെങ്കിലും ചെന്ന് അവളെ ഒന്ന് രക്ഷിക്ക. ഇനിയെങ്ങാനും അവനെ രക്ഷിക്കൂ. സ്ട്രോങ് ഫൈറ്റ് ആയതുകൊണ്ട് പറയാൻ വയ്യ. പ്ലാനൊക്കെ വെറുതെ ആയല്ലോ. ശരി, വേഗം വാ. അവനി, തനിക്കൊന്നും പറ്റിയില്ലല്ലോ? കൃത്യസമയത്ത് നിങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെയൊന്നും പറയല്ലേ. സത്യമാണ്. ഇന്നെനിക്ക് പുനർജന്മം ലഭിച്ചതുപോലെയുണ്ട്. ആന്റി, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ? കൈയൊന്നൊളിക്കും മോള്. വല്ലാതെ വേദനിക്കുന്നു. അതൊക്കെ കുറഞ്ഞോളും.
മോൾക്കൊന്നും പറ്റിയില്ലല്ലോ. അത് കേട്ടാ മതി മോളെ. തിരുമേനി, അങ്ങ് മുറ പോലെ കാര്യങ്ങളൊക്കെ ആരംഭിച്ചോളൂ. എന്നെ കുറിച്ച് തൽക്കാലം ആലോചിക്കണ്ട. ശ്രീകർ സാറേ, ആന്റിയുടെ പേരില് ഞാൻ നേർന്ന നേർച്ച എത്രയും പെട്ടെന്ന് നമുക്ക് നടത്തണം. നമുക്ക് പോയി ആ കാര്യങ്ങൾ നോക്കാം. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് നീയാണ് മോളെ, ഞാനല്ല. അതേ അപകടം തന്നെ ആന്റിയും നേരിട്ടില്ലേ? അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ആ നേർച്ച നിറവേറ്റണം. വേദ, പോയി റെസ്റ്റ് എടുക്ക. വാ. നിഹാരികെ, നീ മറ്റൊരു ഉദ്ദേശത്തിലാണ് ചുവന്ന സാരി കൊടുത്തത് എന്ന ഉദ്ദേശം പുറത്തറിയാതിരുന്ന നീ ഒരുപക്ഷെ സേഫ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ കാര്യം എങ്ങാണോ അമ്മ അറിഞ്ഞു കഴിഞ്ഞാ അമ്മയുടെ തനി സ്വരൂപം നീ കാണും. നമസ്കാരം മേഡം. മാഡം, ഉത്സവം നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലോ അല്ലേ? എന്തിനാണ് മാഡം അടിച്ചത്? എവിടെ നോക്കിയാലും വേദവതിയുടെ ഫോട്ടോ മാത്രം. നമ്മൾ ഇങ്ങോട്ട് വരുന്ന കാര്യം നീ ഇന്നലെ തന്നെ അറിഞ്ഞതല്ലേ? ഈ ജയമയുടെ കട്ടൗട്ട് എവിടെ? അപ്പോ ഈ നിയോജക മണ്ഡലത്തിലെ MLA ആ വേദവതിയേക്കാൾ ചെറുതാണെന്ന് ഈ ജനങ്ങളെല്ലാം കരുതണമെന്ന് തന്നെയല്ലേ? അയ്യോ, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല മാഡം. അങ്ങനെയല്ലെങ്കിൽ എന്റെ പേരിലുള്ള ബാനേഴ്സ് എവിടെ? എന്റെ ഫോട്ടോസ് എവിടെ? എന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെവിടെ? എന്നെ വരവേൽക്കാൻ ആനയും ആരതിയും ഒന്നും ഇല്ലേ? ഒന്ന് പറയടോ സുബ്രഹ്മണ്യ. അത് പിന്നെ മാഡം, എനിക്ക് മനസ്സിലായി. എന്റെ കാര്യത്തിൽ തീരെ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല. അങ്ങനെ പറയല്ലേ. ആദ്യം ഞാൻ ആ വേദവതിയെ കാണട്ടെ. അത് കഴിഞ്ഞ് ഞാൻ തന്നെ കണ്ടോളാം. കാണിച്ചു തരാം. നടക്ക്. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? തോളല് നന്നായിട്ട് ഇടിച്ചതല്ലേ, വേദന അത്ര പെട്ടെന്ന് പോവില്ല. അങ്കിൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ. അതെ അച്ഛ, അലസത കാണിച്ച് സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ച അതെല്ലാവർക്കും വിഷമാവില്ലേ? അമ്മേ, ഉത്സവത്തിന് വന്നു. അമ്മയെ കണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു. ഇതുവരെ സംഭവിച്ചതും ഇതുവരെ ചെയ്തതും ഒക്കെ മതി. നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ ഒരാൾ കാരണം ഇത്രയും ആളുകളുടെ ആഗ്രഹങ്ങൾ നിരാശപ്പെടുത്താൻ പാടില്ല. മാത്രമല്ല, പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ അവസാനമാണ്. അതൊന്നും പൂർത്തിയാക്കിയില്ലെങ്കിൽ ഉത്സവം പൂർത്തിയാവില്ല. ഏതെങ്കിലും ഒരു വിധത്തിൽ രക്ഷപ്പെടാന്ന് വച്ചാ ഈ തള്ള എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? തീരുമാനിച്ച പോലെ ചടങ്ങുകളെല്ലാം തന്നെ നടക്കണം. എല്ലാവർക്കും സന്തോഷത്തോടെ ഈ ഉത്സവത്തിന്റെ ഭാഗമാവാൻ പറ്റണം. വേദ, നിനക്കതിനെ മത്സരിക്കാനൊന്നും കഴിയില്ലല്ലോ. അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം. എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. എനിക്ക് മത്സരിക്കാൻ പറ്റുന്നിടത്ത് ഞാൻ മത്സരിച്ചോളാം. ഇല്ലെങ്കിൽ ആർക്കും ഒരു ഉഷാറുണ്ടാവില്ല. അമ്മ ഇതിന് ഗ്രീൻ സിഗ്നൽ നൽകി കഴിഞ്ഞാ പിന്നെന്തിനാ താമസിപ്പിക്കുന്നേ? വേഗം അറേഞ്ച് ചെയ്യാൻ നോക്ക്. ആദ്യമായിട്ട് മ്യൂസിക്കൽ ചെയർസ് നടത്താന്ന് കരുതുക അമ്മേ. ശരി, എന്നാൽ അങ്ങനെ തുടങ്ങാം. വിജയിക്കുന്നവർക്ക്
നല്ല സമ്മാനവും കൊടുക്കാം. സമ്മാനം എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല. നമ്മൾ എന്താ കൊടുക്കുക? ഞാൻ പറഞ്ഞു തരാം. MLA ജയമ മേഡോ? നിങ്ങളെക്കുറിച്ച് കേട്ടിരുന്നു. സുഖാണോ? നിങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടു. ആദ്യമായിട്ടാ കാണുന്നത്. ഈ കാണുന്ന ജനങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളാണ് നിങ്ങൾ. എന്നാൽ ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഒരാളാണ് ഞാൻ. എപ്പോഴാണെങ്കിലും നമ്മൾ പരിചയപ്പെടേണ്ട ആളാണല്ലോ. അമ്മയുടെ ഈ ഉത്സവത്തിന്റെ ചടങ്ങിൽ തന്നെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളെ ഇവർ കാണുന്നത് ദേവിയായിട്ടാണെന്ന് കേട്ടു. അത് ജനങ്ങൾ പറയുന്നത്. നിങ്ങൾ പ്രസാദം കൊടുത്താൽ നന്നായിട്ട് വിളവുണ്ടാവുമെന്ന് കേട്ടു. അത് ഇവിടുത്തെ അമ്മയുടെ വരമാണ്. വിത്തെറിഞ്ഞു കഴിഞ്ഞാൽ വിളവുണ്ടാകും. അതിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടാണെന്ന് അറിയത്തെ. അപ്പൊ ഇവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊന്നും തന്നെ അറിയില്ലെന്ന് തോന്നുന്നു. എനിക്കെല്ലാം അറിയാം. നിങ്ങൾ ഈ ജനങ്ങളെയൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവസാനം അമ്മയെ ചോദ്യം ചെയ്യാൻ ഒരാളെ കണ്ടെത്തി. എനിക്ക് നല്ല സന്തോഷമുണ്ട്. എനിക്കും അതെ. എന്റെ നിയോജക മണ്ഡലത്തില് എനിക്ക് എതിരാളികൾ ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഈ ഗ്രാമങ്ങളൊക്കെ നിങ്ങളെ വല്ലാതെ തലയിലേറ്റുന്നു. ഇനി അങ്ങോട്ട് ഇങ്ങനെയുള്ള ചടങ്ങുകൾക്ക് ഞാൻ മുന്നിലുണ്ടാകണം. എന്റെ കൽപ്പന പ്രകാരം നടക്കാവൂ. നിങ്ങൾ MLA ആയിരിക്കും. ജനങ്ങളെ ബഹുമാനത്തോടെ കാണണം. അധികാരം കാണിച്ച് മെക്കെട്ട് കയറരുത്. ഇതുവരെ കണ്ട കളി വേറെ, ഇനി കാണാൻ പോകുന്ന കളി വേറെ. ദേ നോക്ക്, വേദവതി അമ്മ ഒറ്റ ദിവസം കൊണ്ട് ഇവരുടെയൊക്കെ അമ്മയായതല്ല. അതിനു പിറകില് വർഷങ്ങളായിട്ടുള്ള അവരുടെ അധ്വാനമുണ്ട്. സംവത്സരങ്ങളോളം അവര് പരിശ്രമിച്ചിട്ടുണ്ട്. വിഷത്തിനുള്ള മരുന്ന് പോലെ വിശപ്പിനെ ഇല്ലാതാക്കി വരമായി മാറിയ വേദവതി അമ്മ സംവത്സരങ്ങളായിട്ട് സമ്പ്രദായങ്ങളെ ചുമലിലേറ്റി വരുന്നവരാണ്. ആചാരങ്ങള് എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടാൻ വേണ്ടി തപസ്സിരിക്കുന്നവളാണ്. ഇതാ അമ്മയുടെ സ്വാർത്ഥത കൊണ്ടല്ല. ഉണ്ടായ വിളവിൽ നിന്നും ഒരു നുള്ളു പോലും അവർ ആഗ്രഹിക്കില്ല. നിസ്വാർത്ഥ സേവനം കൊണ്ടാ ഈ നാടിന്റെ അമ്മയായി മാറിയത്. ഇന്ന് പെട്ടെന്ന് നിങ്ങൾ വന്ന് അധികാരം സ്ഥാപിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ന്യായമാണെന്ന് നിങ്ങൾ പറ. പ്രസാദം ഉണ്ടാക്കാനും പൂക്കൾ കൊരുക്കാനും വിത്ത് വിതയ്ക്കാനും എനിക്ക് നന്നായിട്ടറിയാം. എന്തേ, ഞാൻ വിതച്ച വിത്ത് മുളയ്ക്കില്ലേ? ചെടി ഉണ്ടാവില്ലേ? എന്താ മോളെ പറയുന്നതെന്നറിയോ? അതങ്ങനെ എല്ലാവർക്കും സാധിക്കില്ല. അതിനൊരു ജാതകം ആവശ്യമുണ്ട്. ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോയി തള്ളിയിടരുത്. നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് അന്ധവിശ്വാസമായി മാറില്ല മാഡം. കേട്ട് നിൽക്കുന്നുണ്ടെന്ന് കരുതി വലിയ ആള് കളിച്ച് ഉപദേശിക്കാൻ വരല്ലേ. എനിക്ക് വേദവതിയുടെ മേൽ വിജയം സ്ഥാപിക്കണം. ദാറ്റ്സ് ഇറ്റ്. എന്റെ ഭാര്യ അതിന് ഇലക്ഷനിലൊന്നും മത്സരിക്കാൻ വരുന്നില്ലല്ലോ. അത്ര പോണ്ട കാര്യമില്ലല്ലോ. ഈ കളിയിൽ മത്സരിക്കാൻ വന്ന് വിജയിച്ചു കാണിക്കാൻ പറ. അതെ മാഡം, നിങ്ങൾ ഇത്ര ചീപ്പായിട്ട് മ്യൂസിക്കൽ ചെയറിന് ഇറങ്ങാൻ പോവാണോ? കസേര ഏതായാൽ എന്താ സുബ്ബു? വിജയമാണ് പ്രധാനം. അവിടുന്ന് റെഡിയാണോ? വേദവതി അമ്മേ, ഓരോ കളിയിലും ഞാനേ ജയിക്കൂ. ഞങ്ങള് ഒരു രസത്തിന് വേണ്ടിയാണ് കളിക്കാറ്. ഇപ്പോഴേ തോൽവി സമ്മതിക്കാതെ കളിക്കിറങ്ങാതെ ഞാൻ ഒരിക്കലും പരാജയം സമ്മതിക്കില്ല. സബാഷ്. ശരി, എന്നാ കളത്തിലേക്ക് ഇറങ്ങ. ഞാൻ വിജയിച്ചാൽ ഈ ഗ്രാമവാസികളെല്ലാം എനിക്ക് മാത്രമേ വോട്ട് ചെയ്യാവൂ. ഇനി നിങ്ങൾ തോറ്റു കഴിഞ്ഞാ
നിങ്ങളുടെ ഇവിടുത്തെ അധികാരം നിങ്ങൾ തന്നെ ഉപേക്ഷിക്കണം. ഞാൻ പരാജയപ്പെട്ട ഈ അധികാരം ഞാൻ ഉപേക്ഷിച്ചോളാം. നിങ്ങൾ പരാജയപ്പെട്ട ഞങ്ങളുടെ ആചാര സമ്പ്രദായങ്ങളെയൊക്കെ ബഹുമാനിച്ച് മാപ്പ് പറഞ്ഞാൽ മാത്രം മതി. തീർച്ചയായും. ഞാൻ റെഡി. ഇത് നോക്ക്, ചെറിയ ചെറിയ വാക്കുകൾക്ക് പുറത്തുണ്ടായ മത്സരങ്ങള് വലിയ വലിയ യുദ്ധങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ബൊബിലി യുദ്ധം കോഴിപ്പോരിൽ നിന്ന് തുടങ്ങിയിട്ട് വലിയൊരു വിപത്തിന് തന്നെ കാരണമായിട്ടുണ്ട്. ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്കണം. പുലി വേട്ടക്കിറങ്ങിയാൽ പിൻവാങ്ങില്ല. ഈ ജയമ്മ മത്സരിച്ചാൽ പരാജയപ്പെടുകയില്ല. ഒരു തവണ ഇറങ്ങിയാൽ ഇറങ്ങിയതാ, കാല് പിന്നോട്ട് വെക്കില്ല. കൈക്ക് പിന്നെ എന്തെങ്കിലും സംഭവിച്ചാലോ ആന്റി? ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ജയമയുമായിട്ട് ഞങ്ങളിൽ ആരെങ്കിലും ഒരാള് ജയിച്ചു കാണിച്ചു തരാം. ഇത് നമ്മുടെ ഫാമിലിയുടെ പ്രസ്റ്റീജിനെ ബാധിക്കുന്ന വിഷയമാണ്. അതെ, എങ്ങനെയെങ്കിലും വിജയിച്ച് കുടുംബത്തിന്റെ അഭിമാനം നിലനിർത്താൻ നോക്കാം. ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്നോർത്ത് എനിക്ക് പേടിയാവുന്നുണ്ട്. നിങ്ങളെങ്കിലും ഒന്ന് പറ. ഇത്രയായ സ്ഥിതിക്ക് ഒന്നും നടക്കില്ല. അവനെ താനും ഇതിൽ പങ്കെടുക്കടൂ. താൻ ജയിച്ച അമ്മ ജയിച്ച പോലെ തന്നെയാ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവൂ ശ്രീകരേട്ടാ. നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് അല്ല. ശരിക്കും ഈ മത്സരം പോലും വേണ്ടാന്ന് പറയുന്നവരൊക്കെ എങ്ങനെ ജയിക്കാനാ? അവനെ ആവശ്യമില്ല. അവനെ ജയിപ്പിക്കില്ല, തോൽപ്പിക്കാനേ എപ്പോഴും ട്രൈ ചെയ്യൂ. അവന് വേണ്ട ചേട്ടാ. എന്തിനാ ഇവിടെ ഈ ഡിസ്കഷൻസ്? വേഗം വാ, മത്സരം തുടങ്ങട്ടെ. താനൊന്ന് സൈഡിലേക്ക് നിന്നാ അവർക്ക് തുടങ്ങായിരുന്നു. ഞാൻ നോക്കിക്കോളാം മോളെ. ശ്രദ്ധിക്കണ വേദ. എല്ലാം അമ്മ നോക്കിക്കോളൂ ഏട്ടാ. ഭേഷ്, നടക്കുന്നത് കസേരകളിയാണെങ്കിലും രണ്ട് രാജ്ഞിമാര് രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങിയ പോലെയുണ്ട്. ഇനി ഒട്ടും സമയം കളയണ്ട, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഓഡിയോ ശബ്ദം മുഴങ്ങട്ടെ. 1 2 3 ഗോ. അടി 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 അടി. ദേ ഒരു വിക്കറ്റ് വീണിരിക്കുകയാണ്. റൗണ്ട് നമ്പർ 2. വസന്ത്, നീ ഇങ്ങോട്ട് വാ. വാ, സ്റ്റോപ്പ്, ഔട്ട്. എഴുന്നേക്ക്. റൗണ്ട് നമ്പർ 3. മ്യൂസിക് സ്റ്റാർട്ട്. മോളെ കാവ്യേ, പൊക്കോ മോളെ, പൊക്കോ. റെഡി? വേദവതിയമ്മ ജയിക്കാൻ വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അത് വെറും സ്വപ്നം മാത്രമാ. അയ്യോ, അപ്പോഴേക്ക് ഔട്ടായോ? വാ. റൗണ്ട് നമ്പർ 5.
സ്റ്റോപ്പ്. അയ്യോടാ പെങ്ങളെ, നീയും പുറത്തു പോയോ?